ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്നൊരു ടോപ്പിക്കായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു 3 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 30 ക്വസ്റ്റ്യൻസിലൂടെ ഈ ഒരു ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് നമ്മളൊരു മനസ്സിലാക്കിയെടുക്കലായിരിക്കും നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനി ഏത് എക്സാം ആയാലും പലരും ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ ഇത് ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഈ ഒരു 3 വീഡിയോ കണ്ടാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കൺസെപ്റ്റിന് തന്നെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. എക്സാംസിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഷുവർ ഒരു 1 മാർക്ക് മുതൽ 2 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും 1 മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഈ സെഷൻസ് ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിഫോം ഫ്ലോ ഒക്കേഴ്സ്. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇതെന്ന് പറയാം. ഇപ്പോൾ ഈ കൈനമാറ്റിക്സിൽ ആക്ച്വലി തുടക്കം നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് യൂണിഫോം ഫ്ലോയും സ്റ്റഡി ഫ്ലോയും എന്താണെന്നാണ്. അപ്പോൾ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു പൈപ്പാണെന്നിരിക്കട്ടെ. ഈ പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് കടന്നു പോവുക. ഇതുപോലെ ഫ്ലൂയിഡ് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിളുണ്ട്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ യെല്ലോ ലൈൻ കാണിച്ചത് ഒരു സെഷൻ 1 എന്ന് പറയുന്ന സെഷനും 2 എന്ന് പറയുന്ന 2 സെഷൻ എടുത്തു. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഈ 1 എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ബ്ലൂ കളറിലുള്ള ലിക്വിഡ് പോകും, അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾ പോകുമ്പോൾ ടൈം t = 10 മണി. 3 ടൈം പീരീഡ് ഞാൻ എടുക്കുക. t = 12 മണി, t = 3 മണി. ഇപ്പം യൂണിഫോം ഫ്ലോ ആണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന സെക്ഷനിൽ t = 10 മണിയുടെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇവിടെയുള്ള വെലോസിറ്റി ഏതെങ്കിലും പാരാമീറ്റർ ആവാം. ഞാനിപ്പം എക്സാമ്പിളായിട്ട് വെലോസിറ്റി 10 m/s. ഇനി ഇതേ 10 മണിക്ക് 2 എന്ന് പറയുന്ന സെഷൻ ഉണ്ടല്ലോ. 2 എന്ന് പറയുന്ന സെക്ഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? 10 m/s ആയിരിക്കും. ഏത് ഫ്ലോ ആണെങ്കിൽ? യൂണിഫോം ഫ്ലോ ആണെങ്കിൽ. അതായത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ 2 സെക്ഷനും ഞാൻ കൺസിഡർ ചെയ്ത ടൈം പീരീഡ് എന്തോ ഫിക്സഡ്. അതായത് 10 മണി എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാൻ ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ചെക്ക് ചെയ്താൽ 1 എന്ന് പറയുന്ന സെക്ഷനിലും 2 എന്ന് പറയുന്ന സെക്ഷനിലും വെലോസിറ്റി ഏത് ക്യാരക്ടറിസ്റ്റിക്സും ആവും. ഞാൻ വെലോസിറ്റി എടുത്തു. വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ വിത്ത് റെസ്പെക്റ്റ് ടു, ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ, അതായത് കുറച്ച് ഡിസ്റ്റൻസ് വ്യത്യാസം വന്നിട്ടും പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വന്നില്ല. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് fluid properties does not vary with space. ഇത്രയും യൂഷ്വലി എല്ലാവരും പഠിക്കാറുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, അറ്റ് ഗിവൺ ഇൻസ്റ്റൻറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സമയം 10 മണി എന്ന് പറഞ്ഞത്. ഇനി ഇത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ, ഈ സെയിം സെക്ഷൻ 1ലും 2ലും രണ്ടാമതൊരു സമയം t = 12 മണി എന്ന് പറയുന്നൊരു സമയം എടുക്കുകയാണെങ്കിൽ യൂണിഫോം ഫ്ലോയ്ക്ക് എന്താവാം? ഈ ഫസ്റ്റ് സെക്ഷനിൽ വെലോസിറ്റി എന്താവാം? ഇതൊരു 20 m/s ആണ്. അങ്ങനെ സെക്ഷൻ 2ലും എന്തോ 20 m/s. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? ടൈം മാറി. t = 12 മണി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പം സെക്ഷൻ 1ലും സെക്ഷൻ 2ലും വെലോസിറ്റി എന്തായി? സെയിം 20 m/s. ഇപ്പോഴും എന്തുവാ? വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് എന്ത് വ്യത്യാസമില്ല? വെലോസിറ്റിക്ക് വ്യത്യാസമില്ല. അതിനാണ് എന്ത് പറയുന്നത്? യൂണിഫോം ഫ്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സമയം മാറുന്നതിനനുസരിച്ചും എന്തായിരിക്കണം? ഈ 10 തന്നെ ഇവിടെ തുടരണം എന്ന് പറയുന്നില്ല. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്ത്? വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് മാത്രം ചേഞ്ച് ഇല്ല. അപ്പം വേറൊരു സമയം എടുത്താൽ ആ സമയത്ത് ഈ
വണ്ണിലും ടൂവിലും, അതായത് എടുത്ത രണ്ട് സെക്ഷനിലും എന്തായിരിക്കണം, സെയിം വെലോസിറ്റി ആയിരിക്കണം. അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി ആണോ പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് കാണരുത്. ഇതിനാണ് എന്ത് പറയുന്നത്, യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഗിവൺ ഇൻസ്റ്റൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ നോക്കാം, സ്റ്റഡി ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിഫോം ഫ്ലോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് എന്തു, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഡസ് ചേഞ്ച്, അല്ലെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വേരി വിത്ത് സ്പേസ്. അതായത് ഒരു സെക്ഷനിൽ എന്തായിരിക്കും, ഒരു സെക്ഷനിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അടുത്ത സെക്ഷനിൽ ചിലപ്പോൾ എന്തായിരിക്കും 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഏതാ നമ്മൾ കൺസിഡർ ചെയ്ത ഏത് സമയമാണോ ആ സമയത്ത്. അതാണ് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നില്ല, യൂണിഫോം ഫ്ലോയും നോൺ യൂണിഫോം ഫ്ലോയും ആയി. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റഡി അൺസ്റ്റഡി ഫ്ലോ. സ്റ്റഡി അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാൻ എക്സാമ്പിൾ ഒരു പൈപ്പ് എടുത്തു, ഇതിനകത്ത് എന്താ ഫ്ലൂയിഡ് പോവുകയാണ്. ഇവിടെയും ഞാൻ ഒന്നൊന്നൊരു സെക്ഷൻ എടുത്തു, രണ്ടെന്നൊരു സെക്ഷൻ എടുത്തു. ഇവിടെ സമയം t 10 മണി എടുക്കുക. ഈ t 10 മണി എടുത്തപ്പോൾ ഈ 1 എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ ക്യാരക്ടർ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ വെലോസിറ്റി എടുക്കുക. ഇവിടെയുള്ള വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഇരിക്കട്ടെ ഈ സെക്ഷൻ 1-ൽ. ഇനി ഇതേ സെക്ഷനിൽ t 12 മണിക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ വെലോസിറ്റി ഒരു 10 മീറ്റർ പെർ സെക്കൻഡായി. ഇതിനാണ് എന്ത് പറയുന്നത്, അൺസ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്ത് പറ്റും, അത് സ്റ്റഡി പറയാം. സ്റ്റഡി ആണെങ്കിൽ v എന്തായിരിക്കും 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ത്, ഒരേ സെക്ഷൻ, അതായത് 1 എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ നിന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പം 10 മണിക്ക് നോക്കിയപ്പോൾ എത്രയായിരുന്നു വെലോസിറ്റി, 5 തന്നെ. 12 മണിക്ക് നോക്കിയപ്പോൾ എത്രയായിരുന്നു വെലോസിറ്റി, 5 തന്നെ. ഇനി വേറെ ഏതെങ്കിലും സമയം, ഒരു സമയം t 3 മണിക്ക്, വൈകിട്ട് 3 മണിക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എന്ത്, വെലോസിറ്റി സെയിം 5 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഫ്ലോയ്ക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ഇറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ. അപ്പം അതിന് എന്തെഴുതാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് വേരി വിത്ത് ടൈം. ഇനി കഴിഞ്ഞോ, ഇല്ല, നമ്മൾ എവിടെ ഒരു സെക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്ത്, അറ്റ് എനി കൺസിഡേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഏതെങ്കിലും ഒരു കോർഡിനേറ്റിൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എത്ര മാറിയാലും എന്തോ ഇതിൻ്റെ പ്രോപ്പർട്ടിക്ക് ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുന്നതിനാണ് എന്തോ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇതേ സമയത്ത് തന്നെ t 10 മണിക്ക് തന്നെ, അല്ലെങ്കിൽ 12 മണിക്ക്, അല്ലെങ്കിൽ 3 മണിക്ക്, ഇതേ സമയങ്ങളിൽ ഇവിടെ സെക്ഷൻ 2 ഉണ്ടല്ലോ. സെക്ഷൻ 2-ൽ എന്താവാം, സ്റ്റഡിയിൽ നിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ വെലോസിറ്റി സെക്ഷൻ 2-ൽ എന്തായിരിക്കും, ചിലപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സെക്ഷൻ 2-ൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്തോ 10 മണിക്ക് നോക്കിയാലും 12 മണിക്ക് നോക്കിയാലും 3 മണിക്ക് നോക്കിയാലും സെക്ഷൻ 2-ലെ വെലോസിറ്റി എത്ര, 10 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ സെക്ഷൻ 1-ലും 2-ലും ഒരേ വെലോസിറ്റി വേണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം സ്റ്റഡിയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഏതെങ്കിലും കൺസിഡേർഡ് കോർഡിനേറ്റ്, ഇപ്പോൾ 1 കൺസിഡർ ചെയ്താൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എന്തോ ഈ പ്രോപ്പർട്ടി മാറരുത്. സെക്ഷൻ 2 കൺസിഡർ ചെയ്താൽ എത്രയാണോ വാല്യൂ, ആ വാല്യൂ എന്ത് ചെയ്യരുത്, വിത്ത് റെസ്പെക്റ്റ് ടു ടൈം മാറരുത്. അതിനാണ് എന്ത് പറയുന്നത്, സ്റ്റഡി ഫ്ലോ. അങ്ങനെയാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തോ നേരെ റിവേഴ്സ്, എന്തോ ടൈം അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എന്തോ ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അതായത് 10 മണിക്ക് നോക്കിയപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 12 മണിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ എത്ര ആയിരിക്കും, അതിൽ വേരിയിങ് 5 അല്ല, അതല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ എന്തോ അതൊരു അൺസ്റ്റഡി ഫ്ലോ ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ, യൂണിഫോം, നോൺ യൂണിഫോം, സ്റ്റഡി, അൺസ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ യൂണിഫോം ഫ്ലോ എവിടെ ചോദിച്ചത്. ഇപ്പോൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുമ്പോൾ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പറയാനായിട്ട്, അപ്പോൾ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ദെയർ ഈസ് നോ ചേഞ്ച്. അപ്പോൾ നമുക്കിത് മാത്തമാറ്റിക്കലായിട്ട് എഴുതിയാൽ എന്ത് എഴുതാം, dv/dt വിത്ത് റെസ്പെക്റ്റ് dv/ സ്പേസിന് നമ്മൾ ds എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. dv/s ds എത്ര വരും, 0. അതായത് എന്താ, വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ദെയർ ഈസ് നോ ചേഞ്ച് വെലോസിറ്റി. സ്റ്റഡി
ഫ്ലോ ആണെങ്കിലോ ഡി വി ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കും 0. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾ എഴുതേണ്ടത് എന്തോ സ്റ്റഡി ആണെങ്കിൽ എന്തോ ഫിക്സഡ് കോർഡിനേറ്റ്. അത് ഇമ്പോർട്ടൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പറഞ്ഞത്. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണെങ്കിൽ ഫിക്സഡ് ടൈമാണ്. ഓക്കെ, ഇനി നോക്കിയോ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ വെൻ ദ സ്പേഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി 0. സ്പേഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഇപ്പോൾ ഡി വി ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു 0. ശരിയാണോ? അല്ലേ? യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ ഡി വി ബൈ ഡി എസ് സെയിം. നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ എ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടെമ്പറൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ്. ഇപ്പോൾ ഡി വി ബൈ ഡി ടി 0. ഇതാണോ? അല്ല, ഇതെന്തോ ഇത് സ്റ്റഡി ഫ്ലോയുടെ കണ്ടീഷൻ. ഇവിടെ ചോദിച്ചേക്കുന്നത് യൂണിഫോം ഫ്ലോ, അതല്ല. മൂന്നാമത്തെ വെൻ ദ വെലോസിറ്റി ചേഞ്ചസ് സ്റ്റഡിലി എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇപ്പോൾ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഇത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ ഒഴുകുന്നതിനനുസരിച്ച് എന്തോ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 5 ആയിരിക്കും. വേരിയേഷൻ വരുന്നുണ്ട് വിത്ത് ഫ്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും എന്തല്ല, അത് യൂണിഫോം ഫ്ലോ അല്ല, വേറെ എന്തോ ഫ്ലോ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ മെയിൻ ടൈപ്പായ 2 ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, അത് രണ്ടും പഠിച്ചു. ഇവിടെ ഹെഡിങ് എഴുത യൂണിഫോം ഫ്ലോ ആണിത്. ഞാൻ നോൺ യൂണിഫോം ഫ്ലോയുടെ ഡെഫിനേഷൻ എഴുതുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എഴുതി വെക്കാം സ്റ്റഡി ഫ്ലോ. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫോർ അനാലിസിസ്? ഓക്കെ, ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലൂയിഡ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡിനെ അനാലിസിസ് ചെയ്യാൻ ശരിക്കും നമുക്ക് ഒന്നിലധികം മാർഗ്ഗങ്ങളുണ്ട്. മെയിനായിട്ട് നമുക്ക് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഇപ്പോൾ ഇതൊരു പൈപ്പാണെങ്കിൽ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുക. അപ്പോൾ ഫ്ലൂയിഡ് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിനുള്ളിൽ ഒരുപാട് ഫ്ലൂയിഡിൻ്റെ പാർട്ടികളുണ്ട്. പക്ഷേ ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചതാണ് ഫ്ലൂയിഡ് പാർട്ടികൾ. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ടികൾ ഇങ്ങനെ ഒഴുകിപ്പോവുക. ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഞാനിതിന് പേര് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ പേര് എക്സ് എന്നാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇവിടെ ആയിരുന്നു ആദ്യം, പിന്നീട് ഇവിടായി ഇതിങ്ങനെ ഒഴുകി ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോവുക. ഒരു രീതിയിൽ ഈ ഫ്ലൂയിഡ് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് എവിടെയാണോ അതിൻ്റെ പുറകെ പോകും. ഈ എക്സ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഇവിടെ ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് നോക്കും. അടുത്ത എക്സ് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഞാൻ നോക്കും. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വന്നിരുന്ന് നോക്കും. അതായത് ഫ്ലൂയിഡ് എങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് പോകുന്നത് ഞാൻ അതിൻ്റെ പുറകെ നടന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പോൾ വെലോസിറ്റി ആവാം, ഡെൻസിറ്റി ആവാം, ടെമ്പറേച്ചർ ആവാം, എന്താണോ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കും. ഇങ്ങനെ അനാലിസിസ് നടത്തുന്ന ഇതിനാണ് എന്ത് പറയുന്നത്, ഈസ് കാൾഡ് ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. അപ്പോൾ ഇവിടെ എന്തോ ചെയ്തത്, അതായത് എന്തോ ചെയ്യുന്നു, ശ്രദ്ധിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞു എന്തോ, ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പുറയാണ് ഞാൻ നടക്കുന്നത്. ഇപ്പോൾ എന്തോ അനാലിസിസ് ബൈ ഫോളോയിങ് എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അതിനാണ് എന്ത് പറയുന്നത്, ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. ഇനി അടുത്തത് എന്ത് പറയാം, രണ്ടാമത്തെ ഒരു മെത്തേഡ്, ഈ സെയിം ഫ്ലൂയിഡ് തന്നെ പഠിക്കാൻ രണ്ടാമതൊരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ, ഇതൊരു പൈപ്പാണ്, എഗെയിൻ ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ എൻ്റെ ഇതൊന്ന് മാറ്റും. ഞാൻ അനാലിസ് ചെയ്യുന്നത്, എനിക്കിങ്ങനെ ഒരാളുടെ പുറകെ നടന്നൊന്നും പഠിക്കാനൊന്നും വയ്യ. ഞാനൊരു സെക്ഷൻ എക്സ് എന്ന് വേണ്ട, നമ്മൾ അപ്പുറത്തെ എക്സ് എടുത്തുകൊണ്ട് നമുക്കിവിടെ സെക്ഷൻ 1 എടുക്കാം. ഇപ്പോൾ 1 എന്ന് പറയുന്ന സെക്ഷൻ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു കസേര ഇട്ടിട്ട് ഞാനിവിടെ അങ്ങിരിക്കും. നമുക്കൊരാളെ ഇരുത്താം. ഓക്കെ, ഇയാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു 1 എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അതുവഴി കടന്നു പോകുന്ന പല ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ നോക്കും. ഏതാ, നീല കളറിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അയാൾക്ക് ഞാൻ വൈ എന്ന് പറഞ്ഞ പേര് കൊടുക്കും. ഇനി വേറൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മഞ്ഞ കളർ, അയാൾക്ക് പേര് എക്സ്. ഇനി ചുവന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അയാൾക്ക് സെഡ്. അപ്പോൾ ഇങ്ങനെ പല ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്തോ ഈ സെക്ഷൻ 1 കടന്നു പോകും. അങ്ങനെ പല ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സെക്ഷൻ 1 കടന്നു പോകുമ്പോൾ ഈ സെക്ഷൻ 1 ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ,
അല്ലെങ്കിൽ സെക്ഷൻ 1-ൽ ഏതൊക്കെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കടന്നു പോകുമ്പോഴും സെക്ഷൻ 1-ലെ സെക്ഷൻ 1-ൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, രണ്ടാമത്തെ അപ്രോച്ച്. അതിന് പറയുന്ന പേര് ഓയിലേറിയൻ അപ്രോച്ച്. ഇവിടെ മെയിൻ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും. ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പുറകെ നടക്കുക. ഓയിലേറിയൻ അപ്രോച്ചല്ലോ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പുറകെ നടക്കുന്നുണ്ടോ? ഇല്ല. ഇയാൾ ഈ സ്ഥലം എന്ത്, ഇയാൾ വൈ എന്ന് പറയുന്ന ആൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബോധമായിട്ടല്ല, ഇയാൾ എങ്ങോട്ടോ പൊക്കോ. ഞാനെന്ത് ചെയ്യുന്നത്, ഈ 1-1 എന്ന് പറയുന്ന സെക്ഷനിലൂടെ കടന്നു പോകുന്ന പല ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അനാലിസിസ് ബൈ ഫോക്കസിങ് ഓൺ ഡിഫറൻറ്റ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് എ സിംഗിൾ സെക്ഷൻ. ഒരു സെക്ഷനിൽ ഇരുന്ന്, അതായത് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ആ സെക്ഷനിലെ മാത്രം വേരിയേഷൻസ് നോക്കും. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അതുവഴി ആ സെക്ഷനിലൂടെ പല ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇത് 2 അപ്രോച്ചാണ് നമുക്ക് ഉള്ളത്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഈ 2 പേരിൽ നമ്മൾ മോസ്റ്റ് കോമൺ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഓയിലേറിയൻ അപ്രോച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇപ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പം രസമാണ്, ഒരാളുടെ പുറകെ നടന്ന് അയാളുടെ എല്ലാം അനാലിസിസ് ചെയ്ത് അയാളുടെ വേരിയേഷനൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അതിൻ്റെ കോംപ്ലക്സിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അപ്പം പക്ഷേ ഒരു സെക്ഷൻ മാത്രം അനലൈസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മളെപ്പോഴും ഓയിലേറിയൻ അപ്രോച്ചാണ് മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ്. ചോദ്യവും വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ്. നമ്മുടെ എന്തായിരിക്കും, ലഗ്രാഞ്ചിയൻ അല്ല, ആൻസർ വിൽ ബി ഓയിലേറിയൻ അപ്രോച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് എ ഗിവൺ instant the flow parameters remain same at every point for laminar flow, uniform flow, steady state flow, quasi state flow. ഇത് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ്, കണ്ടോ നമ്മൾ പഠിച്ച സാധനം കയറി വന്ന്, ഇതാണ് ഇതിനകത്ത് കീവേഡ്. ഗിവൺ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ, ടൈം ഫിക്സഡ്. ഇപ്പോൾ ടൈം ഫിക്സ് ആക്കി. ദ ഫ്ലോ പാരാമീറ്റേഴ്സ്, അതായത് ഏത് പ്രോപ്പർട്ടിയാണ്, റിമെയിൻ സെയിം അറ്റ് എവരി പോയിൻറ്റ്, എല്ലാ പോയിൻറ്റിലും വ്യത്യാസം. അതായത് വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് നോ ചേഞ്ച് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കി, ഏതെങ്കിലും ഒരു ഫിക്സഡ് ടൈമിൽ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് നോ ചേഞ്ച്, അതിന് പറയുന്ന പേരെന്തോ, ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം ഫ്ലോ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറോട്ടേഷണൽ ഫ്ലോ ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് ദ വൺ ഇൻ വിച്ച് fluid flows along a straight line, fluid does not rotate as it moves along, net rotation of fluid particle about their mass center remains zero, streamlines of flow are curved and closely spaced. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിൽ 2 മേജർ ടൈപ്സ് നമ്മൾ കണ്ടു. ഏതൊക്കെ, യൂണിഫോം, നോൺ യൂണിഫോം, സ്റ്റഡി, അൺസ്റ്റഡി. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ഒരു ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷനാണ് റൊട്ടേഷണൽ ഫ്ലോയും ഇറൊട്ടേഷണൽ ഫ്ലോയും. എക്സാം ഇതിൽ നോക്കുവാണെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. ഇപ്പോൾ റൊട്ടേഷൻ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ കയറി വരുന്നത് എന്ത്, ഫ്ലോ ഇങ്ങനെ കറങ്ങി അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഒഴുകുന്നതായിരിക്കും. പക്ഷേ അതല്ല റൊട്ടേഷണൽ ഫ്ലോ. അതാണ് ഇതിനകത്ത് മേജർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. റൊട്ടേഷൻ ഫ്ലോ എന്ന് വെച്ചാൽ കറങ്ങി ഒഴുകുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഒഴുകുന്ന ഫ്ലോ അല്ല. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ ഫ്ലോ നടക്കുമ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഇതാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ എടുക്കുന്ന ഉദാഹരണത്തിൽ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കറങ്ങി ഒഴുകുകയെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിൻ്റെ മാസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്ത്, ഇതൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൻ്റെ മാസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ നടുക്കെന്ന് വേണമെങ്കിൽ പറയാം മാസ് സെൻറ്റർ. ഇതിൻ്റെ മാസ് സെൻറ്ററിന് എബൌട്ടായിട്ട് കറങ്ങുന്നോ എന്നുള്ളതാണ് റൊട്ടേഷൻ ഫ്ലോ. അതായത് ഒരു ഫ്ലൂയിഡ് ഒഴുകി ഇങ്ങനെ പോകുമ്പോൾ ആ ഫ്ലൂയിഡിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അവരുടെ മാസ് സെൻറ്ററിന് എബൌട്ട് കറങ്ങുന്നോ. അതായത് ബേസിക്കലി ഒരു നമ്മളെ ബെയ്ബ്ലേഡ് അതല്ലെങ്കിൽ ആ സ്പിന്നിങ് ടോപ്പ് അറിയാമല്ലോ, അതായത് സ്വന്തമായിട്ട് സ്പിന്നിങ് പമ്പരം കറങ്ങുന്ന കണ്ടിട്ടില്ലേ, അതെങ്ങനെ അതിൻ്റെ കറക്റ്റ് നടുക്ക് നിന്ന് ഇതിങ്ങനെ കറങ്ങത്തില്ലേ, സ്പിന്നിങ്. അപ്പോൾ ആ
ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സ്പിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ശരിക്കും റൊട്ടേഷനിലോ ഇറൊട്ടേഷനിലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൊട്ടേഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരേണ്ടത് വെൻ ടൈപ്പ് ഓഫ് ഫ്ലോ in which fluid particle rotate about their mass center. ഇതിനാണ് എന്ത് പറയുന്നത് റൊട്ടേഷൻ. അപ്പോൾ ഞാൻ വരച്ചേക്കുന്നത് ഒരു റൊട്ടേഷൻ ഫ്ലോ ആണോ? അല്ല. കാരണം എന്താ, ഇത് മാസ് സെൻറ്ററിന് ബേസ് ചെയ്ത് കറങ്ങുന്നുണ്ടോ? അതായത് ഈ സാധനം പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, കറങ്ങിയിരുന്നെങ്കിൽ എപ്പോഴും ഇതിനകത്തുള്ള സ്മൈലി ഇങ്ങനെ തന്നെ ഇരിക്കുമോ? ഇല്ല. കറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? കറങ്ങിയിരുന്നെങ്കിൽ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഉണ്ടോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയേ എന്താണ് സംഭവിച്ചത്. ഇങ്ങനെ ഇരുന്ന ആൾ ഒന്ന് കറങ്ങി, അപ്പോൾ ഇങ്ങനായി. ഇത് വീണ്ടും കറങ്ങി മനസ്സിലായോ? ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളുടെ അവരുടെ മാസ് സെൻറ്റർ, അതായത് ഇതിൻ്റെ മാസ് സെൻറ്ററിന് അബൌട്ടായിട്ട് ബേസിക്കലി പമ്പരം പോലെ, ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പമ്പരം പോലെ കറങ്ങുന്നോ, അല്ലാതെ ഫ്ലൂയിഡ് കറങ്ങിയാണോ ഒഴുകുന്നത്, നേരെയാണോ എന്നല്ല. ഇപ്പം ഫ്ലൂയിഡ് മോഷൻ, ആ ഫ്ലൂയിഡ് മോഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈനിന് ഒഴുകാം. ഫ്ലൂയിഡ് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും, ഇതാ ഇങ്ങനെ ആയിരിക്കും, നേരെ തന്നെ ഇങ്ങനെ ഒഴുകി പോകുമായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, ഇതിനകത്ത് മാസ് സെൻറ്ററിന് അബൌട്ട് കറങ്ങുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോയ്ക്ക് എന്ത് പറയാം എനിക്ക്? ഇറ്റ് ഈസ് കോൾഡ് റൊട്ടേഷണൽ ഫ്ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഇറൊട്ടേഷണൽ ഫ്ലോ സിമ്പിൾ ഡെഫിനേഷൻ എഴുതിയ സമയം കളഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് റൊട്ടേറ്റ് അബൌട്ട് ദെയർ മാസ് സെൻറ്റർ. അതായത് ഈ മാസ് സെൻറ്ററിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല, കറങ്ങുന്നില്ല. പമ്പരം പോലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കറങ്ങുന്നില്ല ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ. ഓക്കെ, നോക്കാം എന്തായിരിക്കും ഇനി ആൻസർ. ഇറൊട്ടേഷണൽ ഫ്ലോ എന്താണെന്നാണ് ചോദിച്ചത്. ഇറൊട്ടേഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് സെൻറ്ററിന് അബൌട്ട് കറങ്ങത്തില്ല. നോക്കി, ഫ്ലൂയിഡ് ഫ്ലോസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതുമായിട്ട് ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതല്ല. ഫ്ലൂയിഡ് ഡസ് നോട്ട് റൊട്ടേറ്റ് ആസ് ഇറ്റ് മൂവ്സ് അലോങ് ആണോ? ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്തില്ലെന്നാണോ പറയുന്നത് ഇറൊട്ടേഷൻ? അല്ല, ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്തോട്ടെ, റൊട്ടേറ്റ് ചെയ്യാതിരുന്നോട്ടെ, ഐ ഡോണ്ട് കെയർ. ഇറൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മാസ് സെൻറ്ററിന് അബൌട്ട് കറങ്ങുന്നോ ഇല്ലയോ എന്നുള്ളത്. ഇതുമല്ല. ദ നെറ്റ് റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എബൌട്ട് ദെയർ മാസ് സെൻറ്റർ റിമൈൻസ് സീറോ. ശരിയല്ലേ? മാസ് സെൻറ്ററിന് എബൌട്ട് റൊട്ടേഷൻ സീറോ, അല്ലെങ്കിൽ എന്ത് പറയാം, റൊട്ടേഷൻ ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. വെരി ഇമ്പോർട്ടൻ്റ് ആണ് റൊട്ടേഷനിൽ ഇറൊട്ടേഷൻ ഫ്ലോയും ക്ലാസിഫിക്കേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇമാജിനറി ലൈൻ drawn in the fluid in such a way that the tangent to any point gives the direction of motion at that point is known as dash. അപ്പം വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ മനസ്സിലാക്കാതെ, ഇപ്പോൾ പറഞ്ഞ ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പോൾ നമ്മൾ ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിനകത്ത് ഒരു ഇമാജിനറി ലൈൻ വരച്ചാൽ, ആ ഇമാജിനറി ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത്, അല്ലെങ്കിൽ ഏത് പോയിൻ്റ് എടുത്ത് ഞാനൊരു ടാൻജൻറ്റ് വരച്ചാലും നമുക്ക് എന്ത് തരുമെന്നാണ് പറയുന്നത്? ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ആ ഫ്ലൂയിഡ് ഫ്ലോയുടെ അല്ലെങ്കിൽ ആ മോഷൻ്റെ ഡയറക്ഷൻ തരുവാണെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു വരച്ച ഇമാജിനറി ലൈനിൻ്റെ പേരാണ് ചോദ്യം. വെരി ഈസി, ഇറ്റ് ഈസ് സ്ട്രീം ലൈൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്ട്രീം ലൈൻ. അപ്പോൾ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണ്, ഇതുവഴി ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിപ്പോവുക. അപ്പോൾ ഫ്ലൂയിഡിനകത്ത് ഞാനൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുക, സച്ച് ദാറ്റ്. ആ ഇമാജിനറി ലൈൻ എങ്ങനെ വരയ്ക്കുന്നത്? ആ ഇമാജിനറി ലൈനിൽ ഏത് പോയിൻ്റ് ഞാൻ എടുത്ത് അവിടെ ടാൻജൻറ്റ് വരച്ചാലും, ഈ ഇമാജിനറി ലൈനിൻ്റെ ഏത് പോയിൻ്റ് എടുത്ത് ഞാൻ ടാൻജൻറ്റ് വരച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ പോയിൻറ്റിലെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഏത് ദിശയിലാണ് സഞ്ചരിക്കുക, അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഇവിടെ ഒരു, കാരണം ഇത് ഫ്ലൂയിഡിനകത്തൂടെയല്ലേ ഞാൻ വരച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻറ്റിലും എന്തുണ്ട്? ഫ്ലൂയിഡ് പാർട്ടിക്കിളുണ്ട്. ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ, നോക്കി, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ശരിക്കും എന്തോ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഒഴുകാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണല്ലോ ബേസിക്കലി അതിൻ്റെ മോഷൻ ഡയറക്ഷൻ തരുന്നത്. ഇവിടുത്തെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എടുത്താൽ ഇങ്ങനെ ഒഴുകാനായിരിക്കും അത് ശ്രമിക്കുന്നത്. ഇവിടെ എടുത്താൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇത് തരും.
ഇതിനാണ് എന്ത് പറയുന്നത്? സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻ ഈസ് ദ ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ എ ഫ്ലൂയിഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതിനാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈനിലാണ് എന്ത് പറയുന്നത്? സ്ട്രീം ലൈൻ. ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും അറിയേണ്ട രണ്ട് ആൾക്കാരുകളുണ്ട്, പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും. അതുകൂടി നോക്കാം. അപ്പോൾ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാനിതൊരു ഫിഗറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ഔട്ട്ലെറ്റാന്ന് പറഞ്ഞു, ഏതെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റാണ്. ഈ ഒരു ഔട്ട്ലെറ്റിൽ സപ്പോസ് 3 ഫ്ലൂയിഡ് പാർട്ടിക്കിളുണ്ട്. ഒരു മഞ്ഞ, ഒരു നീല, ഒരു ചുവപ്പ്. 3 ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇറങ്ങും. ഇതിറങ്ങി ഇങ്ങനെയാണേ പോകുന്നത്. ഇങ്ങനെ മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പോയത്. നീല ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെയാണ് പോയത്. വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എങ്ങനെ വേണമല്ലോ ഒഴുകിപ്പോയല്ലോ. ചുവപ്പ് കളറിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് ഒഴുകിപ്പോയത്. ഇങ്ങനെ പോയി. ഓക്കെ. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിനകത്ത് തന്നെ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ പാത്തിൻ്റെ ലൈൻ. അതായത് ഈ മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എങ്ങനെയാണോ സഞ്ചരിച്ച്, അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെയാണോ സഞ്ചരിച്ച്, ആ സഞ്ചരിച്ച വഴികളെല്ലാം കൂടെ ഞാൻ ജോയിൻ ചെയ്ത് വരച്ചാൽ ഒരു ലൈൻ കിട്ടുമല്ലോ. ഇതാണ് ഈ മഞ്ഞ ലൈനാണെന്തോ, ഈ മഞ്ഞ ലൈനാണെന്തോ ഈ മഞ്ഞ കളർ പാർട്ടിക്കിളിൻ്റെ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇത് പാത്ത് ലൈൻ 1. നീല പാർട്ടിക്കിളിൻ്റെ പാത്ത് ലൈനോ ഇതാ, അത് സഞ്ചരിച്ച ലൈൻ, അതാണെന്തോ നീല പാർട്ടിക്കിളിൻ്റെ പാത്ത് ലൈൻ. ചുവപ്പിൻ്റെ പാത്ത് ലൈനോ ഇതാ, ഇതാണെന്തോ ചുവപ്പ് പാർട്ടിക്കിളിൻ്റെ പാത്ത് ലൈൻ. അപ്പോൾ ഞാൻ എഴുതുന്നില്ല. അപ്പോൾ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തോ, ഇറ്റ് ഈസ് ദ പാത്ത് ട്രേസ്ഡ് ബൈ ഏത് ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ്, ഏതെങ്കിലും ഫിക്സഡ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, പർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ടൈം പീരീഡ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫ്ലൂയിഡ് എന്ന്. കാരണം പാത്ത് ലൈൻ എപ്പോഴും എന്തോ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്താൽ, ഈ മഞ്ഞയാണെങ്കിൽ ഈ മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എങ്ങനെയാണോ സഞ്ചരിച്ചത് അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണെന്തോ ഈ ഒരു പാത്ത് ലൈൻ. വേറെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് വേറൊരു പാത്ത് ലൈൻ, മറ്റൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് മറ്റൊരു പാത്ത് ലൈൻ. അപ്പോൾ ഏതെങ്കിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എടുത്താൽ അതിൻ്റെ സഞ്ചാരപാത മൊത്തം നോക്കിയായിരിക്കും ഞാൻ എന്ത് കളിക്കുന്നത്, പാത്ത് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ അതൊരു ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ. ഇനി സ്ട്രീക്ക് ലൈൻ. പാത്ത് ലൈൻ കിട്ടിയല്ലോ. അപ്പോൾ സ്ട്രീം ലൈനായി, പാത്ത് ലൈനായി. ഇനി സ്ട്രീക്ക് ലൈൻ. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ഞാൻ പടം വരച്ചപ്പോൾ ഈ തുടക്കം ഈ പോയിൻ്റ് t=0 എന്ന് വെച്ചോ. ഇത് t=1, t=2, t=3, t=4, t=5. അതായത് ഓരോ സെക്കൻഡിലും എങ്ങനെയാണ് ഈ മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പോയെന്ന്. ഇതുപോലെ നീലയ്ക്ക് വരയ്ക്കുവാണെങ്കിലോ ഇത് t=1, t=2, t=3, t=4, t=5. ചുവപ്പിനും 1, 2, 3, 4, t=5. ഓക്കെ. ഞാൻ ഇത്ര വരച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ 5 എന്ന് പറയുന്ന ഒരു സമയം എടുക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിളും ഈ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണ് വെളിയിൽ ഇറങ്ങിപ്പോയേക്കുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോയ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു സമയം എടുക്കുക. ഞാനിപ്പോൾ എടുത്ത 5 എന്ന് പറയുന്ന അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡ് t=5 എന്ന് പറഞ്ഞ സമയം എടുക്കുക. ആ t=5 എന്ന് പറയുന്ന സെക്കൻഡിൽ ഈ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും എവിടെയാണോ, അപ്പം 5 എന്ന് പറയുന്ന സമയത്ത് മഞ്ഞ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ, നീല ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ, ചുവപ്പ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ, അവരെ ഞാൻ ജോയിൻ ചെയ്ത് ഈ 5 എന്ന് പറയുന്ന സെക്കൻഡിൽ ഈ ഒരേ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അവരെ ഞാൻ ജോയിൻ ചെയ്ത് ഇങ്ങനൊരു ലൈൻ വരച്ചാൽ അതിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്ട്രീക്ക് ലൈൻ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്താണോ? അല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് different fluid particles passing through a
ഫിക്സഡ് പോയിൻറ്റ്. ഏത് സമയത്ത്? ഫിക്സഡ് പോയിൻറ്റ് അറ്റ് എനി പർട്ടിക്കുലർ ടൈം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ, ഡിഫറൻറ്റ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, അത് ഇവിടെ ഇമ്പോർട്ടൻ്റ്. പാത്ത് ലൈനിന് ഒരു ഫിക്സഡ് പാർട്ടിക്കിളിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം അല്ലെങ്കിൽ കൺസിഡർ ചെയ്ത ടൈം പീരീഡിൽ എങ്ങനെയാണ് സഞ്ചരിച്ചത് അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. സ്ട്രീക്ക് ലൈനിൽ എന്തോ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നിന്നായിരിക്കണം ഈ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്തത്, വെളിയിലിറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആ ഫിക്സഡ് പോയിൻറ്റിൽ നിന്ന് വെളിയിലിറങ്ങിയ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിൻ്റെ സ്വമേധയാ ഇഷ്ടപ്പെട്ട ഡയറക്ഷനിൽ പോയി. അതിനകത്ത് ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയം ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫിക്സഡ് പോയിൻറ്റിൽ നിന്ന് വെളിയിലിറങ്ങിയ ഫ്ലൂയിഡ് പാർട്ടിക്കുകൾ എവിടൊക്കെയാണോ അവരെ ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്ട്രീക്ക് ലൈൻ. അപ്പോൾ ഇത് മൂന്നും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഈ ഓപ്ഷൻസിനകത്തും പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും സ്ട്രീം ലൈനും എല്ലാം ഉണ്ട്. പൊട്ടൻഷ്യൽ ലൈൻ നമ്മൾ പിന്നീട് കാണും. ഓക്കെ, അത് മൂന്നും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ? നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ചോദ്യം സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. അപ്പം നമുക്കറിയാം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, വിത്ത് റെസ്പെക്റ്റ് ടു ടൈം നോ ചേഞ്ച്. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്തോ, വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ദെയർ ഈസ് ചേഞ്ച്. ഇവിടെ യൂണിഫോം അല്ല, നോൺ യൂണിഫോമാണ്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് എന്തോ ചേഞ്ച് ഉണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ്. ഫോളോ ത്രൂ ആൻ എക്സ്പാൻഡിങ് ട്യൂബ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, എക്സ്പാൻഡിങ് ട്യൂബ് കോൺസ്റ്റൻറ്റ് റേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് കാണുമ്പോഴും അപ്പോഴേ ചാടി കയറി ഉത്തരം എഴുതാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വായിക്കാം. തന്ന ഓപ്ഷൻസിനകത്ത് സ്റ്റഡി നോൺ യൂണിഫോം ഏതാണെന്ന് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ, ഫ്ലോ ത്രൂ ആൻ എക്സ്പാൻഡിങ് ട്യൂബ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അപ്പോൾ എല്ലാത്തിനും അവസാനം ഇൻക്രീസിങ് റേറ്റ്, കോൺസ്റ്റൻറ്റ് റേറ്റ്, ഡിക്രീസിങ് റേറ്റ്, കോൺസ്റ്റൻറ്റ് റേറ്റ്, കുറേ റേറ്റുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. സപ്പോസ് ഒരു പൈപ്പ്, ഇതൊരു പൈപ്പാണെന്നിരിക്കട്ടെ. ഓക്കെ, ഇതൊരു പൈപ്പാണ്. ഇത് പൈപ്പാണെങ്കിൽ ഇതിനകത്തൂടെ ഒരു ഫ്ലൂയിഡ് വാട്ടർ, വെള്ളം ഇതുവഴി വരുന്നു എന്ന് ഇരിക്കട്ടെ, ധരിച്ചോ. ഇപ്പോൾ ഡിസ്ചാർജ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ബേസിക്കാണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഇതെല്ലാവർക്കും അറിയാമേ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ ടാപ്പാണല്ലോ. അപ്പോൾ ഇതെന്തു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ വെള്ളം വീഴുന്നത് അത് ഫിക്സഡാണ്. അതായത് ഈ സാധനം ഫിക്സഡ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കി, ആദ്യത്തെ ഓപ്ഷൻ എന്തോ, ഫ്ലോ ത്രൂ ആൻ എക്സ്പാൻഡിങ് ട്യൂബ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതായത് ഫ്ലോ ഏതോ ഒരു ട്യൂബ്, എക്സ്പാൻഡിങ് ട്യൂബോ ആയിക്കോട്ടെ, ലോങ് ട്യൂബ് ആയിക്കോട്ടെ, അത് നമ്മളിപ്പം വറി ചെയ്യേണ്ട. ആ വെള്ളം ഒഴുകുന്ന ട്യൂബിൽ കൂടെ ഇൻക്രീസിങ് റേറ്റിൽ ഫ്ലോ വരിക എന്ന് പറഞ്ഞാൽ എന്തോ, കൂടുതൽ വെള്ളം ചാടുന്നു അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വരുന്നു എന്നല്ലേ അർത്ഥം. കോൺസ്റ്റൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന അളവ്, വെള്ളത്തിൻ്റെ അളവ് സെയിമാണ്. ഡിക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന അളവ് കുറവാണ്. ഇനി ആ അളവെന്ന് പറയുന്നത് തന്നെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പക്ഷേ അളവെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് സപ്പോസ് 3 ലിറ്റർ പെർ അവർ ആണെന്നിരിക്കട്ടെ. ഇത് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് ആണല്ലോ, വോളിയം ബൈ ടൈമിൻ്റെ യൂണിറ്റ് 3 ലിറ്റർ പെർ അവർ. ഇതിൻ്റെ അർത്ഥം എന്ത്, 1 മണിക്കൂറിൽ 3 ലിറ്റർ. ഇൻക്രീസിങ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്ത്, അടുത്ത 1 അവറിൽ ചിലപ്പോൾ എത്ര ആയിരിക്കും, 5 ലിറ്റർ ആയിരിക്കും. അപ്പം ആദ്യത്തെ അവറിൽ ഡിസ്ചാർജ് എത്ര ആയിരിക്കും, 3 ലിറ്റർ പെർ അവർ. അടുത്തതിൽ ഡിസ്ചാർജ് എത്രയായി, 5 ലിറ്റർ പെർ അവറായി. അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇൻക്രീസിങ് ഡിസ്ചാർജ്, ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, വെള്ളം ഒഴുകുന്നതിൻ്റെ അളവ് കൂടി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം, അതാണ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ടാപ്പിലൂടെ അല്ലെങ്കിൽ ഏത് വഴിയാണോ ഒഴുകുന്നത്, ഇത് ഞാൻ എന്താക്കി, ആ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ടാപ്പാണെങ്കിൽ അങ്ങനെയാണ് ഏരിയ ഫിക്സായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് കൂടുന്ന വെള്ളം കൂടുമെന്നാണ്. അങ്ങനെ ഡിസ്ചാർജ് കൂടുതലാണ്, ഏരിയ ഫിക്സ് ആണെങ്കിൽ വെലോസിറ്റി എന്ത് ഓട്ടോമാറ്റിക്കലി കൂടുമല്ലേ, ആണല്ലോ. അപ്പോൾ ഡിസ്ചാർജ് കൂടി അല്ലെങ്കിൽ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, ഏരിയ കൂടാൻ പറ്റത്തില്ല, ഏരിയ ഫിക്സായി. അപ്പോൾ എന്ത്, വെലോസിറ്റിയും കൂടി. വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത്, വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ എന്ത്, അതായത് t= 1ാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി ചിലപ്പം 5 ആയിരിക്കും. t= 2ാമത്തെ സെക്കൻഡിൽ
വി എന്തായി, വെലോസിറ്റി കൂടി. അപ്പോൾ 5 കൂടി 6 ആയി. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു വാട്ട്, സമയം മാറി. അപ്പോൾ സമയം 1 2 എന്ത്, വെലോസിറ്റിക്ക് വേരിയേഷൻ വന്നു. വിത്ത് റെസ്പെക്റ്റ് ടു ടൈം വെലോസിറ്റിക്ക് വേരിയേഷൻ വന്നാൽ സ്റ്റഡി ഫ്ലോ ആണോ അൺസ്റ്റഡി ഫ്ലോ ആണോ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് അൺസ്റ്റഡി ഫ്ലോ. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഈ കേസിൽ എന്തോ ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തോ ഇത് അൺസ്റ്റഡിയാണ്. ഇത് ചുമ്മാ നമ്മൾ കാണാൻ പഠിക്കുമല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ അവിടെ അൺസ്റ്റഡി ആയതെന്ന്. ഇൻക്രീസിങ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തോ, ഡിസ്ചാർജ് കൂടി. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തോ, ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഏരിയ ഈസ് ഫിക്സഡ്. അപ്പോൾ ഡിസ്ചാർജ് കൂടിയാൽ ഏരിയ ഫിക്സ് ആണെങ്കിൽ വെലോസിറ്റി കൂടിയേ പറ്റൂ സ്വാഭാവികമായിട്ടും. അപ്പോൾ വിത്ത് ടൈം വെലോസിറ്റി കൂടി എന്ന് പറഞ്ഞാൽ എന്ത്, അവിടെ അൺസ്റ്റഡിയാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് വന്നു. സോ ഇറ്റ് ഈസ് അൺസ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സ്റ്റഡി ആവണമെങ്കിൽ എന്തായിരിക്കണം, സ്റ്റഡി ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, സ്റ്റഡി ആവണമെങ്കിൽ T=1 T=2 വെലോസിറ്റി എന്തായിരിക്കണം. T=1 5 T=2 എന്തായിരിക്കണം, വെലോസിറ്റി 5 തന്നെ നിലനിൽക്കണം. അതായത് എന്ത്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഏരിയ ഓൾറെഡി കോൺസ്റ്റൻ്റ്, വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആയാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവവും കോൺസ്റ്റൻ്റ് ആവും. അതായത് ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആവും. എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും, ഇൻക്രീസിങ് റേറ്റോ ഡിക്രീസിങ് റേറ്റോ ഒന്നും പറ്റത്തില്ല. എന്തേ പറ്റൂ, കോൺസ്റ്റൻ്റ് റേറ്റ്. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഫ്ലോ എന്താവും, സ്റ്റഡി ഫ്ലോ ആകൂ. ഓക്കെ. അപ്പം അൺസ്റ്റഡി. അപ്പോൾ ഇൻക്രീസിങ് റേറ്റ് ഡിക്രീസിങ് റേറ്റും ഇതുപോലെ എന്ന് പറഞ്ഞാൽ എന്തോ, ഡിസ്ചാർജ് കുറഞ്ഞു, ഏരിയ എപ്പോഴും എന്തോ ഫിക്സാണ്. അപ്പം ഡിസ്ചാർജ് കുറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ ടൈം T=1 5 T=2 എന്തോ 3 ആയിരിക്കും, വെലോസിറ്റി കുറഞ്ഞു. അപ്പോഴും എന്ത്, വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് വന്നു. അപ്പോൾ അതും എന്തോ അൺസ്റ്റഡി. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് സ്റ്റഡി അൺസ്റ്റഡി നിർണ്ണയിക്കാൻ എന്ത് മനസ്സിലായാൽ മതി, ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ചാർജിന് തന്നെയാണ് എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തോ സ്റ്റഡി ഫ്ലോ ആയിരിക്കും. ഡിസ്ചാർജ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് അങ്ങനെയാണെങ്കിൽ എന്തോ അൺസ്റ്റഡി ഫ്ലോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പം റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം, സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്ന് തീരുമാനിക്കാം. ഇനി ഇതിൽ നിന്ന് നോക്കിയേ, നിങ്ങൾ തീരുമാനിച്ച് ഇവിടെ വേണ്ടതെന്തോ നമുക്ക് സ്റ്റഡിയാണ്. അതായത് സ്റ്റഡി ആവണമെങ്കിൽ എന്ത് വേണം, ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണോ. ഇപ്പോൾ ഇൻക്രീസിങ് റേറ്റ്, അപ്പോൾ ഫ്ലോ ത്രൂ ആൻ എക്സ്പാൻഡിങ് ട്യൂബ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് കൂടുക, ഡിസ്ചാർജ് കൂടുക പറ്റുമോ, ഇല്ല. റേറ്റ് കൂടിയാൽ അതെന്ത് പറ്റില്ല, റേറ്റ് കൂടിയാൽ അതൊരിക്കലും സ്റ്റഡി ആവത്തില്ല. നമുക്ക് സ്റ്റഡിയാണ് വേണ്ട. എന്നിട്ട് അറ്റ് എ കോൺസ്റ്റൻ്റ് റേറ്റ്, യെസ് അത് സാധ്യതയുണ്ട്, കോൺസ്റ്റൻ്റ് റേറ്റാണ്. പക്ഷേ നമ്മൾ യൂണിഫോം മറ്റേത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് ഓപ്ഷൻ ആകാം. അടുത്ത ഫ്ലോ ത്രൂ എ ലോങ് പൈപ്പ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, ഡിക്രീസിങ് പറ്റുമോ, ഇല്ല. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് കുറഞ്ഞു, വെലോസിറ്റി കുറഞ്ഞു, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് വന്നു, പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയല്ലോ. ലാസ്റ്റിലും കോൺസ്റ്റൻ്റ് റേറ്റ്, അപ്പോൾ അതും ആൻസർ ആവാം. അപ്പോൾ ബിയോ ഡിയോ ആയിരിക്കും നമ്മുടെ ആൻസർ, എയും സിയോ അല്ല. ഓക്കെ. ഇനി നമുക്ക് ബാക്കി വായിക്കാം. ഇപ്പോൾ ഫ്ലോ ത്രൂ ആൻ എക്സ്പാൻഡിങ് ട്യൂബ് അറ്റ് എ കോൺസ്റ്റൻ്റ് റേറ്റ്. അപ്പോൾ അടുത്ത് ഇത് വായിക്കുക, ഫ്ലോ ത്രൂ എ എക്സ്പാൻഡിങ് ട്യൂബ്. ഇപ്പോൾ ട്യൂബ് തന്നെ നമ്മൾ നേരത്തെ ട്യൂബ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ബോധേഡല്ലായിരുന്നു. ഇനി പറയുന്ന ട്യൂബ്, ഈ ട്യൂബ് എക്സ്പാൻഡിങ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത്, അതിൻ്റെ ഏരിയ വലുതായെന്ന. ഓക്കെ. അപ്പോൾ ഇത് ഏതുവഴി ഒഴുകുന്നു, ഇതുവഴി വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സിമ്പിൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാം, എന്തോ A1 V1 = A2 V2. ഇതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിനി കാണും. തൽക്കാലം A1 V1 = A2 V2. അല്ലെങ്കിൽ എന്ത് പറയും, സിമ്പിളായിട്ട് ഇവിടെ കോൺസ്റ്റൻ്റ് റേറ്റ്, ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നില്ലേ. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഇതുവഴി കയറി പോകുന്ന Q കോൺസ്റ്റൻ്റാണ്. കാരണം ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നില്ലല്ലോ. അപ്പോൾ ഇതുവഴി കയറാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് കോൺസ്റ്റൻ്റാണ് കയറി പോകുന്നത്. അപ്പോൾ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്ചാർജ് ഏരിയ ഇൻറ്റു വെലോസിറ്റി, വേവി കോൺസ്റ്റൻ്റ്. ഓക്കെ. ഇനി ഇവിടെ എക്സ്പാൻഡിങ് ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഏരിയ എന്തോ ചെറുതാണ്, എക്സ്പാൻഡ് ചെയ്ത് അപ്പുറത്തെ എൻഡിലുള്ള ഏരിയ എന്തായിരിക്കും, വലുതായിരിക്കും. ഏരിയ ഇൻറ്റു
ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏരിയ കുറഞ്ഞാൽ ആര് കൂടണം? ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ വെലോസിറ്റി കൂടണം. ഞാൻ വലിയ വീട് ഈക്വൽ ടു അപ്പുറത്തെ സൈഡ് ആര് വലുതാ? എ വലുതാ. അപ്പം ഏരിയ കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറയണം. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി. എന്തു പറ്റി? ഇവിടെ വെലോസിറ്റി വളരെ വലുതായിരിക്കും. ഇത് എക്സ്പാൻഡ് ചെയ്ത് വലിയ ഏരിയ ഉള്ള സ്ഥലത്ത് എന്തുമായിരിക്കും? വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ എന്തു പറ്റി? ഇവിടെ കയറി ഈ സ്ഥലത്ത് വെലോസിറ്റി വലിയ വെലോസിറ്റിയാണ്, എൻഡ് ചെയ്തപ്പോൾ ചെറിയ വെലോസിറ്റിയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ദെയർ ഈസ് എ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ അതെന്ത് വരും? യൂണിഫോം ഫ്ലോ വരുമോ നോൺ യൂണിഫോം ഫ്ലോ വരുമോ? എന്ത് വരും? ഇറ്റ് വിൽ ബി നോൺ യൂണിഫോം. നമ്മൾ നോൺ യൂണിഫോം എന്ത് പറഞ്ഞു? വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ ഈസ് ചേഞ്ച്. ഇവിടെ എന്തു? വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ ഈസ് ചേഞ്ച്. വലിയ വെലോസിറ്റിയിൽ നിന്ന് ചെറിയ വെലോസിറ്റിയായി. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ ഈസ് ചേഞ്ച്. അപ്പോൾ എന്തു? ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ട്യൂബ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്പാൻഡിങ് ട്യൂബ് ആണെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഷേപ്പ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച്. കോൺസ്റ്റൻറ്റ് ട്യൂബ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ട്യൂബിലൂടെ ഈ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ഉള്ള ട്യൂബിനാണ് കേട്ടോ ഈ ലോങ് പൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് ട്യൂബ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴുകുക. ഇതുവഴി കയറുന്ന വെള്ളത്തിൻ്റെ ഇത് കോൺസ്റ്റൻറ്റാണ്, ക്യൂ കോൺസ്റ്റൻറ്റാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്തോ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. രണ്ടിടത്തും എന്തോ? ഏരിയ സെയിമാണ്, വ്യത്യാസമില്ല. രണ്ടിടത്തും ഏരിയ സെയിം ആണെങ്കിൽ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെലോസിറ്റി എന്തോ? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കി, രണ്ടിടത്തും വെലോസിറ്റി സെയിം. ഇവിടെ എന്താണോ വെലോസിറ്റി അതേ വെലോസിറ്റിയാണ് ഇവിടെ. അതായത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ ഈസ് നോ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ലോങ് പൈപ്പ് അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് പൈപ്പ് അല്ലെങ്കിൽ സെയിം ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി യൂണിഫോം ഫ്ലോ. ഇവിടെ നമുക്ക് വേണ്ടത് എന്തോ? നോൺ യൂണിഫോമാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഇവിടെ ലോങ് പൈപ്പും കോൺസ്റ്റൻറ്റ് റേറ്റും ആയതുകൊണ്ട് എന്തല്ല, ഇത് നമുക്ക് വേണ്ടുന്നതല്ല. എന്തായിരിക്കും? അവിടെ യൂണിഫോമും കൂടി ആയിരിക്കും. ഇവിടെ സ്റ്റഡിയാണ്. അതുപോലെ എന്തോ ലോങ് പൈപ്പ് ആണെങ്കിൽ യൂണിഫോമോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ യൂണിഫോം അല്ല വേണ്ടുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓപ്ഷൻ ബി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഇത്രയും സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത് ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്റ്റഡി അൺസ്റ്റഡി നിർണ്ണയിക്കുന്നത് എന്താണ്? അവിടുത്തെ റേറ്റ് ഡിസ്ചാർജ് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ കോൺസ്റ്റൻ്റ് ആണോ? ഡിസ്ചാർജ് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണെങ്കിൽ അതെന്താ? അൺസ്റ്റഡി. അതെങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അതായത് കോൺസ്റ്റൻ്റ് റേറ്റ് ഓഫ് ഫ്ലോ ആണെങ്കിൽ എന്താ? അത് സ്റ്റഡി ഫ്ലോ. യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്തുവാ? ഈ പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഡിങ്, ഇതുപോലെ തന്നെയാണ് ഡിക്രീസിങ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിങ് ആയിട്ടുള്ള ട്യൂബ് ആണെങ്കിൽ എന്ത് പറ്റും? വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ വിൽ ബി ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ എന്തോ? നോൺ യൂണിഫോം. സെയിം ലോങ് പൈപ്പ് ക്രോസ് സെക്ഷൻ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി യൂണിഫോം ഫ്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്കിനി ആ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കി എടുക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജനറൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ 3-dimensional ഫ്ലോ ഓഫ് എ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫോർ സ്റ്റഡി ഫ്ലോ ഈസ്. കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. 2, 3, 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തൊട്ട് മുമ്പത്തെ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. A1 V1 = A2 V2 എന്നൊക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത്, നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഇക്വേഷൻ കാണും, അതിലേക്ക് വരാം. നമുക്ക് ആദ്യം ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നിങ്ങൾ അറിയണം. അത് അറിയണമെന്ന് പറയുന്നത് ഇതിൽ നിന്നും എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഏത് കണ്ടീഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് ഓർത്ത് ഇരുന്നേ പറ്റൂ. ഇതെങ്ങനെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ, അടുത്തത് റോ യു കഴിഞ്ഞാൽ വി, ഡോ വൈ പ്ലസ് യു വി, അടുത്തത് എന്ത്? ഡബ്ല്യു, റോ ഡബ്ല്യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി = 0. ഇവിടെ യു എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത്, ഡബ്ല്യു എന്ന് പറയുന്നത് ഇതെല്ലാം എന്ത്? വെലോസിറ്റി കമ്പോണൻറ്റിൻ. യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ, വി എന്ന് പറയുന്ന വെലോസിറ്റി കമ്പോണൻറ്റ് വൈ ഡയറക്ഷൻ, ഡബ്ല്യു എന്ന് പറയുന്ന വെലോസിറ്റി കമ്പോണൻറ്റ് സെഡ് ഡയറക്ഷൻ. അത് മനസ്സിലാക്കുക. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്,
റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ടൈം അറിയാമല്ലോ, ടൈം നമ്മുടെ സാധാരണ ടൈം. ഇതാണ് ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഏതാണോ കണ്ടീഷൻ പറയുന്നത് അതനുസരിച്ച് എടുക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തോ ജനറൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ ഇത് 3D ആണ്. 3D ആയതുകൊണ്ടാണ് എക്സ് വൈ ഇസഡ് വന്നത്. 2D ആണെങ്കിൽ സെഡിൻ്റെ ടൈം കാണത്തില്ല, ഇത് രണ്ടും ഇതുകൂടെ കാണത്തുള്ളൂ. അത് നിങ്ങൾക്ക് ബേസിക് സിമ്പിളാണല്ലോ. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് കണ്ടീഷൻ നോക്കണം. ഇവർ പറയുന്നുണ്ട് 3D ഫ്ലോയാ ഓഫ് എ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫോർ സ്റ്റഡി ഫ്ലോ. 2 കണ്ടീഷൻ പറഞ്ഞു. ഫ്ലൂയിഡ് എങ്ങനെ, ഒന്ന് ഇൻകംപ്രസിബിൾ ആണ്, അതുപോലെ തന്നെ എന്തുവാണ്, സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് വരുമോ? ഇല്ല. നമ്മൾ പഠിച്ചു സ്റ്റഡി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നോ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇതെന്തുമായിരിക്കും, ഈ സാധനം ഡോ റോ ബൈ ഡോ ടി 0 ആവും അല്ലേ, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അത് സ്റ്റഡി ആണെങ്കിൽ 0 ആവും. അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഫ്ലൂയിഡ് ക്ലാസിഫിക്കേഷനിലും യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, റൊട്ടേഷണൽ ഫ്ലോ, ഇറൊട്ടേഷണൽ ഫ്ലോ, അത്രയും കണ്ടു. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ പറയാം, കംപ്രസിബിൾ ഫ്ലോയും ഇൻകംപ്രസിബിൾ ഫ്ലോയും. അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കംപ്രസിബിൾ ഫ്ലോയും ഇൻകംപ്രസിബിൾ ഫ്ലോയും. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് there will be change in density, flow in which fluid density changes. ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിലോ, ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻ വിച്ച് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഇല്ലെങ്കിൽ അതിനെന്ത് പറയും, ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നും. ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് പറയും, കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റിയിലുള്ള വേരിയേഷൻ വളരെ 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 കുറവാണ്. അതുകൊണ്ടാണ് ഫ്ലൂയിഡിനെ നമ്മൾ യൂഷ്വലി എന്ത് പറയാറുണ്ട്, ഫ്ലൂയിഡ് ഇൻ ദ സെൻസ് ലിക്വിഡ്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡും ഗ്യാസും കൂടെ. ലിക്വിഡ് ആണെങ്കിൽ എന്ത് പറയും, അതിനെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് യൂഷ്വലി പറയാറുണ്ട്. കാരണം ലിക്വിഡിൻ്റെ കേസിൽ ഡെൻസിറ്റി വേരിയേഷൻ വളരെ കുറവാണ്. അതേസമയം ഗ്യാസിൻ്റെ കേസിലോ നമുക്കറിയാം ഡെൻസിറ്റി വേരിയേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗ്യാസ് എന്താ, ഗ്യാസ് ഈസ് എ കംപ്രസിബിൾ ഫ്ലോ. മാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻകംപ്രസിബിൾ ആണല്ലോ. ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബേസിക് മാത്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡോ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് റോ യു ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുക്കുക. അപ്പോൾ ഇവിടെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ റോ, ഇവിടെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ റോ, ബാക്കി എന്ത് വരും, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് റോ. എല്ലായിടത്തുനിന്നും റോയെ വെളിയെടുക്കുക, ഡോ വി ബൈ ഡോ വൈ പ്ലസ് റോ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഓൾറെഡി 0 ആയി. കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്റ്റഡി ആയതുകൊണ്ട് അത് പോയി. ഈക്വൽ ടു എന്ത് വരും, 0 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം എന്ത് കോമണാണ്, റോ കോമണാണ്. അത് ടോട്ടലി കോമൺ എടുക്കാം. അത് ഡിവൈഡഡ് ബൈ 0 വരുമ്പോൾ 0 ഡിവൈഡഡ് ബൈ റോ ആകുമ്പോൾ അതും പോവും. അപ്പോൾ എല്ലായിടത്തു നിന്ന് റോ എന്ത് ചെയ്യുക, എനിക്ക് വായിക്കാം. ഓക്കെ. എല്ലായിടത്തു നിന്ന് റോ ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് ഫൈനൽ നമുക്ക് എന്താണോ അവർ പറഞ്ഞ കണ്ടീഷൻ അതനുസരിച്ചുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ കിട്ടി. ഡോ യു ബൈ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തോ 3D ഫ്ലോയ്ക്കാണ്, സ്റ്റഡി ഫ്ലോയ്ക്കാണ്, അതുപോലെ തന്നെ എന്തോ ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ. ഇത് വെറുതെ നമ്മൾ കാണാൻ പഠിക്കുമല്ല. ഈ 3 കണ്ടീഷനിൽ ഉള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണെന്തോ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് എന്തോ ഇത് വരുമോ, ഇത് വരത്തില്ല. കാരണം സ്റ്റഡി ഇതല്ല, റോ വരുന്ന ഇത് വരത്തില്ല. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ സി. സിംഗിളല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പം. അപ്പം നിങ്ങൾ അറിയേണ്ടത് എന്താ, ഇങ്ങനെ ഒരുപാട് കണ്ടീഷനിലുള്ള പല കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാൾ ഉപരി
നിങ്ങൾ ഈ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിക്കുക. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഡോ റോ യു ബൈ ഡോ എക്സ് പ്ലസ് ഇത് പഠിച്ചതിന് ശേഷം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തോ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇല്ല, അയാൾ പോയി. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്തോ റോ അപ്പം കോമൺ എടുക്കുക, കോൺസ്റ്റൻറ്റിനെ വെളിയെടുക്കുക, അത് പോകുമ്പോൾ ഇത് കിട്ടും. ഇനി മറ്റൊരു കണ്ടീഷൻ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2D ഇൻകംപ്രസിബിൾ 2D ഇൻകംപ്രസിബിൾ അൺസ്റ്റഡി ഫ്ലോ. 2D ഇൻകംപ്രസിബിൾ അൺസ്റ്റഡി ഫ്ലോ. ഇങ്ങനെ ഉള്ള ഒരു ഫ്ലോയ്ക്കുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് എഴുതിയിടുക. ഓക്കെ, അപ്പോൾ 2D ആണെങ്കിൽ എന്ത് സെഡിൻ്റെ കാര്യം കളഞ്ഞാൽ മതി, പിന്നെ ബാക്കി കണ്ടീഷൻ നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് ഇത് 3D ആയി. 2D നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു സെഡ് കളഞ്ഞാൽ മതി. ഇനി 1D വരുമ്പോഴത്തേക്ക്, അതായത് വൺ ഡയമെൻഷൻ ആണെങ്കിലാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെ, ഇതേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെ വരുന്നത് A1 V1 ഈക്വൽ ടു A2 V2. ഇത് കൂടെ ഓർത്തിരിക്കുക. 1 ഡയമെൻഷണൽ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇതിന് വരുമ്പോൾ ഉള്ള 1 ഡയമെൻഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും, അതായത് ബേസിക്കലി എന്തോ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. A1 V1 ഈക്വൽ ടു A2 V2. ഇതുകൂടി അറിഞ്ഞിരിക്കണം. ഇതും കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റാണ്. ഏത് ഡയമെൻഷനിൽ? 1 ഡയമെൻഷനിൽ. ബാക്കിയെല്ലാം 1 ഡയമെൻഷനിലാണ്, സ്റ്റഡിയാണ്, ഇൻകംപ്രസിബിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 1 ഡയമെൻഷണൽ ഫ്ലോ ഇൻ എ പൈപ്പ്. 1 ഡയമെൻഷൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഫ്ലൂയിഡ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ, ഇപ്പോൾ ഫ്ലൂയിഡ് വെലോസിറ്റി ഗിവൺ ബൈ യു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു ഓരോ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റുകൾക്ക് ഓരോ പേരിടും. ഒരു വെലോസിറ്റി ഒരു വെക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വെലോസിറ്റി നമ്മൾ ശരിക്കും UI പ്ലസ് VJ പ്ലസ് WK ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് എന്ത്, U എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ്, V എന്ന് പറഞ്ഞാൽ Y ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ്, W എന്ന് പറഞ്ഞാൽ Z ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ്. ഇപ്പോൾ ഇവിടെ 1 ഡയമെൻഷണൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ U ആയതുകൊണ്ട് ശരിക്കും നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഇത് എക്സ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ X + 2t തന്നിട്ടുണ്ട്. T ടൈം ആണെന്ന് പറഞ്ഞു. ഫ്ലോ പൈപ്പ് ഈസ് ഡാഷ്. അപ്പോൾ ഈ പൈപ്പിലുള്ള ഫ്ലോ ഏതാണെന്നാണ് ചോദ്യം. അൺസ്റ്റഡി നോൺ യൂണിഫോം ആണോ, സ്റ്റഡി യൂണിഫോം ആണോ, അൺസ്റ്റഡി യൂണിഫോം ആണോ, സ്റ്റഡി നോൺ യൂണിഫോം ആണോ? എന്ത് ചെയ്യുക? ഇവിടെയാണ് ഈ കൈനമാറ്റിക്സ് ആക്ച്വലി കുറച്ച് മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ഡെറിവേറ്റീവും ഇൻ്റഗ്രേഷനും അറിയണം. അധികം നിങ്ങളിനി +2 ഒന്നും എടുത്ത് പഠിക്കേണ്ട. ഇതിനകത്ത് ഞാൻ പറയാം, ആ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ബേസിക് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻ്റഗ്രേഷനിലുള്ള ബുദ്ധിമുട്ട് വരുന്നത്, അത് നമ്മൾ പറയാം. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ആ ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് U എന്ന് പറയുന്ന X + 2t. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി ആണെങ്കിൽ നമുക്കറിയുന്ന കാര്യം ആദ്യം എഴുതാം. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മളൊരു മാത്തമാറ്റിക്കൽ ടേം ഞാൻ എടുത്ത് പറഞ്ഞു. എന്താ സ്റ്റഡി ആണെങ്കിൽ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ∂V/∂t എന്തായിരിക്കും? 0. യൂണിഫോം ഫ്ലോ ആണെങ്കിലോ, യൂണിഫോം ഫ്ലോ dV വിത്ത് റെസ്പെക്ട് ടു സ്പേസ് അല്ലേ? യൂണിഫോം എന്ന് പറഞ്ഞാൽ സ്പേസ്. വിത്ത് റെസ്പെക്ട് dV/ds എന്താ? 0. അങ്ങനെയാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്ത് വരും? വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് വരും എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് വന്നാൽ dV/dt 0 വരുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എന്തോ നോട്ട് ഈക്വൽ ടു 0. ഇതുപോലെ നോൺ യൂണിഫോം ഫ്ലോ ആണെങ്കിലോ, നോൺ യൂണിഫോം ഫ്ലോ വന്നാൽ എന്തോ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദെയർ ഈസ് ചേഞ്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തോ dV/ds നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ 2 കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റഡി യൂണിഫോം ഫ്ലോയിൽ അൺസ്റ്റഡി നോൺ യൂണിഫോം എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഇത് അറിയായിരിക്കും. ഇത് ഞാൻ വീണ്ടും എടുത്ത് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാത്തമാറ്റിക്കലിയാണ് അവർ വെലോസിറ്റി തന്നേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് =0 വരുന്നോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്താൽ പോരെ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ വെലോസിറ്റിയെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വന്നാൽ എന്തോ
സ്റ്റഡി ഫ്ലോയാ. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വന്നാൽ എന്തു അത് യൂണിഫോം ഫ്ലോയാ. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ആദ്യം ടൈം ചെയ്യാം. ഞാൻ du/dt റെസ്പെക്റ്റ് ടു ടൈം ചെയ്യുക. അപ്പോൾ എന്ത് വരും? അതൊന്നും പറയണ്ടല്ലോ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടല്ലോ. d/dt ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു d/dt ഓഫ് ടി, അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ആദ്യത്തതിൽ എക്സാ, വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചെയ്യുമ്പം 0 പ്ലസ് 2t ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2. അപ്പോൾ ആൻസർ എന്ത് വരും? 2 ആണ് വരുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2. അപ്പോൾ 0 ആണോ? വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് വെലോസിറ്റി ഡിഫറൻഷ്യേറ്റഡ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് 0 അല്ല എന്ന് പറഞ്ഞാൽ എന്തു? വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ചേഞ്ച് ഉണ്ടെന്നല്ലേ അർത്ഥം. ചേഞ്ച് ഉണ്ടെങ്കിൽ അതെന്തു? വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അപ്പോൾ എന്തു? സ്റ്റഡി ആണ് ആൻസർ. അല്ല സോറി, അൺസ്റ്റഡി ആയിരിക്കും ആൻസർ. ഇപ്പോൾ സ്റ്റഡി വരുന്ന എല്ലാവരും പോയി. ഇപ്പോൾ ചേഞ്ച് ഉണ്ട്, അപ്പോൾ അൺസ്റ്റഡിയാണ്. ഇനി യൂണിഫോം ആണോ അല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യും? du വിത്ത് റെസ്പെക്റ്റ് ടു എന്ത് ചെയ്യണം? സ്പേസ് ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞു ഏത് യു ആയതുകൊണ്ട് ഏത് ഓർഡിനേറ്റാ? എക്സ് തന്നെ. അപ്പോൾ du/dx ചെയ്യുക. എന്ത് വരും? വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 പ്ലസ് 2t വരുമ്പോൾ 0. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരുന്നത്? 1. 1 0ക്ക് തുല്യമാണോ? അല്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഞാൻ വെലോസിറ്റിയെ വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ഓർഡിനേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടിയില്ല. ദെർ ഈസ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തോ? വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ചേഞ്ച് ഉണ്ട്. വിത്ത് റെസ്പെക്റ്റ് ടു സ്പേസ് ചേഞ്ച് വന്നാൽ അത് എന്തൊരു ഫ്ലോയാ? ഇറ്റ് ഈസ് നോൺ യൂണിഫോം ഫ്ലോ. യൂണിഫോം അല്ല. യൂണിഫോം വരുന്നവരും പോയി. ആൻസർ എന്തോ? അൺസ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക് ഡിഫറൻസിയേഷൻ അറിയണം. ഇത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ത് ചെയ്യുക? അപ്പോൾ ഈ പല രീതിയിൽ ചോദിക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് സെയിമാണ്, യൂണിഫോമും നോൺ യൂണിഫോമും സ്റ്റഡിയും അൺസ്റ്റഡിയും. പക്ഷേ അത് ചോദിക്കുന്ന രീതികൾ ഇങ്ങനെ മാറി മാറി വരും. ഫണ്ടമെൻ്റൽ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം ഇത്തരം ടൈപ്പ് ചോദ്യങ്ങൾ പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമുക്കും വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോണിക്കൽ റെഡ്യൂസർ ഫോംസ് എ പാർട്ട് ഓഫ് പൈപ്പിംഗ് സിസ്റ്റം ആൻഡ് റെസ്റ്റ് ഓൺ എ സപ്പോർട്ട്. ഇറ്റ്സ് ഡയമീറ്റർ ചേഞ്ചസ് ഫ്രം 40 സെൻറ്റിമീറ്റർ ടു അറ്റ് ഇൻലെറ്റ് ടു 30 സെൻറ്റിമീറ്റർ അറ്റ് എക്സിറ്റ്. ഇപ്പോൾ ഇൻലെറ്റിൽ 40 സെൻറ്റിമീറ്റർ, എക്സിറ്റിൽ 30. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആക്ച്വലി ഒരു ഫിഗർ വരയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. 40 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ്, ശ്രദ്ധിച്ചോണം, ഡയമീറ്റർ. അതിന് എക്സിറ്റിൽ എത്രയായി? ഇത് ഇൻലെറ്റിൽ ഡി ഇന്നെന്നും ഡി എക്സിറ്റിൽ എക്സ് എന്നും കൊടുക്കുക. അത് 30 സെൻറ്റിമീറ്ററായി. ദ വാട്ടർ എൻറ്റേഴ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഇതുവഴി വെള്ളം കയറുന്നതിൻ്റെ വെലോസിറ്റി അവർ പറയുന്നുണ്ട് 9 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് എ എക്സിറ്റ് വെലോസിറ്റി? ഇത് വി ഇന്നാണ്ട് വി ഇന്നെന്ന് കൊടുക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ട വി എക്സിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്ത് ടൈപ്പ് ഫ്ലോയാ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് ടൈപ്പ് ഫ്ലോ ആണെന്നുള്ളത്. സോറി, അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാനത് പറഞ്ഞിട്ടില്ല. ടൈപ്പ് ഓഫ് ഫ്ലോയിൽ ഒരു കാര്യം കൂടെ, ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ. പറയേണ്ടതായിട്ടില്ല. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡയമെൻഷനിൽ മാത്രമുള്ള ഒഴുക്ക്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2 എക്സും വൈ കോർഡിനേറ്റ്, 2 ഇത് കോർഡിനേറ്റ് വരും. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 കോർഡിനേറ്റ് എക്സ് വൈ സെഡ് സ്പേസിലായിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അത് നിങ്ങളിനി പറയാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു 1 ഡയറക്ഷൻ തന്നെ ഉള്ളൊരു ഫ്ലോയാണ്. ഞാൻ പറഞ്ഞു വണ്ടി ആണെങ്കിൽ 1 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? ഡിസ്ചാർജ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻ്റ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം, അവർ പറയുന്നുണ്ട് വാട്ടർ എൻറ്റേഴ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് കയറുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഉള്ള വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. ഇനി ഇവിടെ ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കി. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ മാറ്റം വരുന്നുണ്ടോ ഇൻലെറ്റിൽ? ഇല്ല. അതെപ്പോഴും എത്ര? 40 സെൻറ്റിമീറ്റർ തന്നെ. വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയയും കോൺസ്റ്റൻ്റാണ്, വെലോസിറ്റിയും കോൺസ്റ്റൻ്റ്. അപ്പോൾ എന്ത് കോൺസ്റ്റൻ്റായി? ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഇതുവഴി കയറുന്ന ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ്. ഇതുവഴി എത്ര വെള്ളം കയറിയോ അതേ വെള്ളം തന്നെയല്ലേ ഇതുവഴിയും പോകാൻ പറ്റൂ. മനസ്സിലായോ? ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ്. ഇതുവഴിയും അതേ വെള്ളത്തിന് തന്നെ പോകാൻ പറ്റൂ. ഏരിയ കുറയുന്നതുകൊണ്ട് എന്ത് കൂടും? വെലോസിറ്റി കൂടും. അത് മനസ്സിലായോ? ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ്. ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇൻലെറ്റിൽ എത്രയായിരുന്നു വെലോസിറ്റി? 9.
നിങ്ങൾക്ക് ഒരു കാര്യം അപ്പം തന്നെ പറയാം, ഔട്ടിൽ വരുന്ന വെലോസിറ്റി എന്തായിരിക്കും? ഏരിയ ഡയമീറ്റർ 40 നിന്ന് 30 ഡയമീറ്റർ കുറഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ ഏരിയ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഏരിയ കുറഞ്ഞാൽ എന്ത് കൂടും? വെലോസിറ്റി കൂടും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഉത്തരം എന്തായാലും വി എക്സിറ്റ് എന്ന് പറയുന്നത് എന്തായാലും 9 മീറ്റർ/സെക്കൻഡിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഉത്തരം മാത്രമേ 9ന് മുകളിൽ കാണൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്യുക പോലും വേണ്ട. നോക്കിയേ, 9ന് മുകളിൽ വരണം. ഇത് വരത്തില്ല, 9 തന്നെ വരത്തില്ല. ആൻസറായി നിങ്ങൾക്ക്. ഭാഗ്യവന്മാർ. ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യണ്ട, കണ്ടോ? അപ്പോൾ അത്ര സ്മാർട്ടായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ആൻസർ കിട്ടി. നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട. എത്ര സമയം പോകുന്നതിന്? ആൻസർ 16. ഞാൻ കണ്ണും പൂട്ടി പറയാം. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. കാരണം ആദ്യത്തെ ഏരിയ വലിയ ഏരിയ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? ചെറുതായിരിക്കും. രണ്ടാമത്തെ അടുത്ത് ഏരിയ കുറഞ്ഞാൽ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണ്ട് വെലോസിറ്റി കൂടും. അപ്പം ഇവിടെ എന്താണോ വെലോസിറ്റി അതിനേക്കാൾ വലിയ വാല്യൂ വരണം. 9 അതിനേക്കാൾ വലിയ വാല്യൂ. ഓപ്ഷനിൽ 1 ഉള്ളൂ. അപ്പോൾ ആൻസർ 16. ഇനി നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ കൺസെപ്റ്റ് കിട്ടിയല്ലോ, ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ്. അപ്പോൾ A1 A ഇൻ വി ഇൻ ഈസ് ഈക്വൽ ടു AX VX ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. ഇൻലെറ്റിലുള്ള ഏരിയ എത്രയായിരുന്നു? 40 അല്ലേ? ഇപ്പോൾ π/4 ഇൻറ്റു 40 ആണെങ്കിൽ d², 40 ഇൻറ്റു 40 ഈക്വൽ ഇൻറ്റു ഏരിയ ആയി. വെലോസിറ്റി എത്രയായിരുന്നു? 9 മീറ്റർ/സെക്കൻഡ് ഈക്വൽ ടു ഏരിയ അറ്റ് എക്സിറ്റ് π/4 ഇൻറ്റു 30 ആയിരുന്നു. 30 ഇൻറ്റു 30 ഇൻറ്റു VX. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. ഇത് രണ്ടും ക്യാൻസൽ. 40 ഇൻറ്റു 40 ഇൻറ്റു 9/30 ഇൻറ്റു 30 4 16 മീറ്റർ/സെക്കൻഡ്. VX എത്ര? നമുക്കിത് ഓൾറെഡി കിട്ടി, ബുദ്ധിപരമായി നമ്മൾ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ള, കാരണം ഇത് നമുക്ക് അത്രയും കൺസെപ്ച്വലായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അത് ഏറ്റവും കോമൺ സെൻസ്. ഏരിയ പറഞ്ഞാൽ വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോഴും ശ്രദ്ധിച്ചോണം. ഇത് ഏത് സ്റ്റഡി ഇൻകംപ്രസിബിൾ 1 ഡയമെൻഷനല്ല, ഫ്ലൂയിഡ് ലിക്വിഡാണ്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കൂടുതൽ ലിക്വിഡാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇൻകംപ്രസിബിൾ തന്നെ വരത്തുള്ളൂ. അപ്പം നമ്മൾ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ D 60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ 2-dimensional ഫ്ലോ ഫീൽഡ് ഹാസ് വെലോസിറ്റീസ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു 2-dimensional ഫ്ലോ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കോർഡിനേറ്റ് വരും? 2 X ഡയറക്ഷനും Y ഡയറക്ഷനും. അപ്പോൾ എത്ര വെലോസിറ്റി കമ്പോണൻറ്റ് വരും? അതും 2 വരും, യുവും വിയും. മനസ്സിലായി? അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഹാസ് വെലോസിറ്റീസ് അലോങ് X ആൻഡ് Y ഡയറക്ഷൻ ഗിവൺ ബൈ 2 ഇത് തന്നിട്ടുണ്ട്. U is equal to x²t, V is equal to -2xyt റെസ്പെക്റ്റീവ്ലി. ടി ടൈമാണ് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ. അപ്പോൾ ഇത് ഞാൻ നമ്മൾ സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ പറഞ്ഞപ്പോൾ മനഃപൂർവ്വം പറയാഞ്ഞത് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെടാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും ഇല്ല. സ്ട്രീം ലൈനിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് സ്ട്രീം ലൈൻ കണ്ടുപിടിക്കാൻ ഒരു മാത്തമെറ്റിക്കൽ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3D ആണെങ്കിൽ dx/u ഈക്വൽ ടു dy/v ഈക്വൽ ടു dz/w. ഇതാണ് 3D ഫ്ലോ ആണെങ്കിൽ ഉള്ള ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ. അഗെയിൻ ഒരു ഹോംവർക്ക് കൂടെ. ഇതിൻ്റെ 2D ആണെങ്കിൽ സ്ട്രീം ലൈൻ എന്ത് വരും? സിമ്പിളായിട്ട് ആലോചിക്കാം. 2D ആണെങ്കിൽ 3D ആണെങ്കിൽ X Y Z വരും. 2D ആണെങ്കിൽ Xും Yയും വരും. 2D ആണെങ്കിൽ എന്ത് വരും? dx/u ഈക്വൽ ടു dy/v. 2D ഫ്ലോയ്ക്കുള്ള ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ. സിമ്പിളല്ലേ? അപ്പോൾ ഇനി ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? അവർ U തന്നു, V തന്നു. ഇതിൽ നിന്ന് സ്ട്രീം ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ dx/u തന്നല്ലോ. u എത്ര? x² ഈക്വൽ ടു dy/v എത്രയാണ്? -2xyt. ഓക്കെ, ഇവിടെ രണ്ടിടത്തും എന്ത് ക്യാൻസലാവും? ടി ക്യാൻസലായി. ഒരു എക്സ് രണ്ടിടത്തും പോയി. ഇപ്പോൾ എന്തായി? അടുത്ത് dx/x ഈക്വൽ ടു dy/-2y.
ഇനി നമുക്ക് കുറച്ച് ഇൻ്റഗ്രേഷൻ വേണം. ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അടിപൊളി, അറിയാത്തവർ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് +2-നോ അതിന് ശേഷമോ ബിടെക്കിനൊക്കെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. രണ്ടിടത്തും ഇനി എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് dx/x, ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ln x അറിഞ്ഞിരിക്കുക. dx/xൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ln x. ഇനി ഇവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് എന്ത് കോമൺ എടുക്കാം? ഈ -1/2 എന്ന് പറയുന്ന സാധനം വെളിയിലെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വരും? ഇതിനെ വേണമെങ്കിൽ എനിക്ക് -1/2 dy/y എന്ന് എഴുതാമല്ലോ. ഈ സാധനം തന്നെയല്ലേ ഇത്? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തു? ഇൻ്റഗ്രേഷൻ ഓഫ് dy/y. അതല്ലേ ഇവിടെ എഴുതിയേക്കാം. എന്ത് വരും? ഇവിടെ x ആയതുകൊണ്ട് x, y ആണെങ്കിൽ എന്ത് വരും? ln y. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇതിനെ -1/2 ln y എന്ന് എഴുതാം. ഓക്കെ. ഇനി ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln -1/2 ln y എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് ln y⁻⁻². മനസ്സിലായോ? അതായത് ഒരു സാധനത്തിൻ്റെ എക്സ്പൊണൻഷ്യലായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ വെളിയിൽ ലോഗിന് വെളിയിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു കോൺസ്റ്റൻ്റ് കൂടെ വരും. അപ്പോൾ ln c ഏതെങ്കിലും, എല്ലായിടത്തും ലോഗ് ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റിൽ ലോഗ് ഒരു കോൺസ്റ്റൻറ്റും എന്തോ ഒരു കോൺസ്റ്റൻറ്റ്. ഇനി ഇതിനെ ln x = നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് അതിനെ എന്ത് എഴുതാം? ln y⁻⁻1/2. ഒരു സാധനം ⁻1/2 എന്ന് പറഞ്ഞാൽ എന്തോ? √x എന്ന് പറഞ്ഞാൽ x⁻1/2. അപ്പോൾ √y എന്ന് പറഞ്ഞാൽ y⁻1/2. y⁻−1/2 ആണെങ്കിൽ അതിനെന്ത് പറയാം? ln x = ln 1/√y എന്ന് പറഞ്ഞൂടെ? അല്ലേ? ഒരു സാധനം ⁻⁻ ആണെങ്കിൽ 1/ ആ സംഭവം ⁻⁻ കളഞ്ഞിട്ട് എഴുതാമല്ലോ, പ്ലസ് ln c. ഈ ലോഗിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ലോഗ് ഒരു സാധനം പ്ലസ് മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ലോഗ് ആ രണ്ട് സാധനങ്ങളെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ അതുകൂടെ എഴുതി വെക്കാം ഇവിടെ. ലോഗ് x പ്ലസ് ലോഗ് y എന്ന് പറഞ്ഞാൽ ഇതിനെന്താ? ലോഗ് xy എന്ന് പറയാം. അങ്ങനെ വെച്ചിട്ട് ln x = ln c/√y. ഇത്രയാണല്ലോ. ഇനി നോക്കിയേ, ഇവിടെ ഒരു ലോഗ്, ഇവിടെ ഒരു ലോഗ്. ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ പറയും. ക്യാൻസൽ ചെയ്യുമല്ല, ശരിക്കും നിങ്ങൾ എന്തോ ചെയ്യുന്നത്? രണ്ട് സ്ഥലത്തും എന്തോ എക്സ്പൊണൻഷ്യൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അതും നിങ്ങളറിയണം. ഈ എക്സ്പൊണൻഷ്യൽ ഓഫ് ln x എന്ന് പറഞ്ഞാൽ എന്തോ x തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇങ്ങോട്ട് എഴുതുക, എക്സ്പൊണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തതിൻ്റെ കൂട്ട് തോന്നും. ഇപ്പോൾ എന്ത് വരും? x = c/√y. ഇതിനെന്തെഴുതാം? x√y. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് എഴുതാം? x√y = c. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. x√y = കോൺസ്റ്റൻറ്റ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ അല്ല. നമുക്കൊരു ഉത്തരം കിട്ടിയല്ലോ, പക്ഷേ ഇതിനകത്ത് ആൻസർ ഇല്ല. അപ്പോൾ ഇതിനെ നമ്മുടെ ആൻസറിലേക്ക് ആക്കാൻ ഞാൻ ചുമ്മാ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? x² y = c². c² എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ x² y = ഞാൻ c' എന്ന് കൊടുക്കും. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ? x² y = കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ എ. ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആൻസർ കിട്ടി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ഓർഡറിലിടാം. ഓക്കെ. ഇത് 1 2 3 4. ഇൻ്റഗ്രേഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതുവരെ ചോദിച്ചിട്ടുള്ള പല എക്സാമിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വന്നേ വരുന്നുള്ളൂ. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ തന്നെ തരുന്നുള്ളൂ. കാരണം എക്സാമിന് നമുക്ക് ചെയ്തെടുക്കണമല്ലോ. ഓക്കെ. അപ്പം പക്ഷേ നിങ്ങൾ ഇതിൽ വന്ന് കുടുങ്ങിപ്പോയാൽ ഇത്രയും കണ്ടുപിടിച്ചിട്ട്
ലാസ്റ്റ് ആൻസറിൽ പോയി കനോട്ട് അല്ലെങ്കിൽ നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ എടുക്കരുത്. നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഫോർമാറ്റ് വേറെ രീതിയിലാക്കി അവർ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്തേ ഉള്ളൂ. അതപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ ഇതും അറിയണം. സ്ട്രീം ലൈൻഡ് ഇക്വേഷൻ ഇത് ഓർക്കാൻ എളുപ്പമല്ലോ. dx/u = dy/v = dz/w. 2D ആണെങ്കിൽ സെഡിൻ്റെ കാര്യം പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും കൈനമാറ്റിക്സിന് ഇനീഷ്യൽ കുറേ പോർഷൻ, അതായത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയും സ്ട്രീം ലൈൻ, സ്ട്രീക്ക് ലൈൻ, അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ആക്സലറേഷൻ, വെലോസിറ്റി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇക്വേഷനും കാര്യങ്ങളുമായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുൾ വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ഞാൻ ഇടയ്ക്ക് തന്നൊരു ഹോംവർക്ക് കൂടെ നിങ്ങൾ കമൻറ്റിൽ ഇടാൻ നോക്കുക. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.